കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്കായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ ബലവാന്മാരാണ്, യേശു ക്രിസ്തുവിൽ ജയാളിയാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കും എനിക്കും ജയത്തിൻ്റെ ഉത്സവമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം, Therefore do not leave the confidence. Therefore do not cast away your confidence, which is of a great reward. നിങ്ങളുടെ ധൈര്യം ഉപേക്ഷിക്കരുത്. കോൺഫിഡൻസ്, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ഉറപ്പ്. ഒന്ന്, എന്നെ കർത്താവിന് സ്നേഹമാണ്, അനായിരിക്കുന്നത് പോലെ തന്നെ എന്നോട് സ്നേഹമുണ്ട്. മാത്രമല്ല, തൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ് താഴ്ചയിലായിരിക്കുന്ന വെറും അന്യനും പരദേശിയുമായ എന്നെ, എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്നെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ച് ദൈവം ആരാന്ന് വെളിപ്പെടുത്തി, ദൈവത്തോട് എനിക്ക് നിരപ്പുണ്ടാക്കി, എന്നെ ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് യോഗ്യമാക്കി. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം എൻ്റെ ഫേവറേറ്റ് വാക്യം. ആൻഡ് താങ്ക്സ് ബി ടു ഗോഡ് ഹു ഹസ് കോൾഡ് us into a fellowship. കൂട്ടായ്മ. ഓർത്ത് നോക്കി, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്നാ? ഒന്നിച്ചിരിക്കുക, ഒന്നിച്ച് സംസാരിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. കൂട്ടായ്മയിലേക്ക് എന്നെ ക്രിസ്തു മുഖാന്തരം വിളിച്ചു. നമ്മൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ ലെറ്റർ നമുക്ക് വരുവാണ്. അടുത്ത ആഴ്ച ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ കൂടെ കൂടണം. എന്തൊരു ബഹളമായിരിക്കും. നമ്മൾ വഴിക്കൂടെയൊക്കെ പോകുമ്പോൾ ചുമ്മാ കൂട്ടുകാരെ കണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയാം. അടുത്ത തിങ്കളാഴ്ച ഞാൻ കാണത്തില്ല കേട്ടോ, എനിക്ക് പ്രസിഡൻ്റിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇങ്ങോട്ടൊന്നും പറയണ്ട, അന്വേഷിക്കണ്ട. വി വിൽ ബ്ലാബർ ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഇത് കർത്താവ് സർവശക്തനായ ദൈവം കൂട്ടായ്മയ്ക്ക് വിളിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ വില എന്താ? നമ്മൾ അതുപോലെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ സുവിശേഷങ്ങളിൽ, മത്തായി സുവിശേഷത്തിൽ യേശു ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, പറവകളെ നോക്കുവിൻ, കാക്കകളെ അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാലും അവർക്ക് ഒന്നിനും ഒരു കുറവ് വരുന്നില്ല. നോക്ക്, നമ്മുടെ ചുറ്റുമുള്ള ഈ സൃഷ്ടിക്കാത്ത തന്നെ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് കണ്ട് നമ്മൾ ആനന്ദിക്കണം. ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തത്, ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ സൃഷ്ടിക്കകത്ത് തന്നെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന തൻ്റെ അബണ്ടൻസും പ്രൊവിഷനും സ്നേഹവും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ ഇങ്ങനെ എഴുതിയത്, ബാലസിംഹങ്ങൾ എര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാൻ പോകുന്നില്ല. ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുക. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, എങ്കിലും അത് വായിച്ചില്ല. റോമർക്ക് എഴുതിയ ലേഖനം, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്, ദൈവഹിതം എൻ്റെ ഉള്ളിൽ നടക്കുന്ന ബെസ്റ്റായിരിക്കും. നമ്മുടെ പ്ലാൻ എപ്പോഴും ഓർത്തോണം, ലിമിറ്റേഷനുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ വേണ്ടിയതും വീണ്ടും ജനിക്കണം. ഇതൊക്കെ പറയാനുള്ള കാരണം, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് കാണാനാണ്. എന്നാലേ സമാധാനം വരുത്തുള്ളൂ. പല വിശ്വാസികൾ പോലും അവർ ദൈവവചനത്തിൽ അല്ലെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രവിക്കാഞ്ഞതുകൊണ്ടോ പഠിക്കാഞ്ഞതുകൊണ്ടോ അവരുടെ വായിൽ നിന്ന് വരുന്ന നിരാശയുടെ വാക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും. വാസ്തവത്തിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമല്ലല്ലോ. സകല പാപവും സകല ശാപവും എടുത്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വൺസ് ഫോർ ഓൾ. പിന്നെയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം വരും. കാരണം അവർ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രൊവിഷൻസ് കാണുന്നില്ല. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം,
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ചൈനീസ് ഭാഷയിലും ജർമ്മൻ ഭാഷയിലും ഓസ്ട്രേലിയൻ ഭാഷയിലെല്ലാം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട അർത്ഥം അത് തന്നെയാണ്. ആ ഉറപ്പ്, കോൺഫിഡൻസ് എങ്ങനെയാണ് വരുന്നത്? കർത്താവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ചിലരിങ്ങനെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് രോഗസൗഖ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അങ്ങോട്ട് കയറുന്നവർ എല്ലാം തിരിച്ചിറങ്ങുമ്പോൾ വിശ്വാസികളായിട്ട് വേണമായിരുന്നു ഇറങ്ങാൻ. കാരണം രോഗസൗഖ്യം ആണെങ്കിൽ നോ. ചിലരിങ്ങനെ പറഞ്ഞാൽ കടബാധ്യത വന്നു, അങ്ങനെ കർത്താവ് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ കർത്താവിനെ വിശ്വസിച്ച്. കടബാധ്യത ഉള്ളവർ ഭൂരിപക്ഷം ഇന്നും മദ്യപിച്ചും ദൈവത്തെ ദുഷിച്ചും നടക്കുക. ദൈവം എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും, എന്നാ ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ഞാൻ സൗഖ്യമായി, എൻ്റെ ഹൃദയം തുറന്നു. അതുകൊണ്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഓർത്തോണം, വി ആർ ഇൻ ഹിസ് മൈറ്റി പർപ്പസ്, വി ആർ യുണീക്ക്. എന്നെപ്പോലെ വേറെ ആരുമില്ല ലോകത്തിൽ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മറ്റൊരാളുമില്ല ലോകത്തിൽ. പലപ്പോഴും നമ്മുടെ മനസ്സിനെ പിശാച് തളർത്തുന്നത്, നിന്നെക്കൊണ്ട് എന്നാ കൊള്ളാം, യു ആർ ഗുഡ് ഫോർ നത്തിങ്, മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്യിപ്പിക്കും. പക്ഷേ ഓർത്തോണം, യു ആർ യുണീക്ക്. നമ്മുടെ വിരലടയാളം വേറെ ആർക്കുമില്ല. നമ്മുടെ വിരലടയാളം 700 കോടി ജനമുണ്ടെങ്കിൽ ആ 700 കോടി ജനത്തിനും വെവ്വേറെയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ വിളി. ഇറ്റ് ഈസ് പർപ്പസ് ഇസ് യുണീക്ക്. അത് മനസ്സിലാക്കണം. കർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വലിയ വിളി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. വിളിച്ചത് എന്തിനാ? തൻ്റെ പർപ്പസിന് വേണ്ടി. എന്നെ ജനിപ്പിച്ചത് തന്നെ അതിനു വേണ്ടി. അബദ്ധത്താൽ നമ്മളാ ഈ അനാഥരെ ലേബിൾ ഇടുന്നത്. ഓർഫൻ. ദൈവത്തിന് ഓർഫൻ അല്ല, ഹിസ് പ്ലാൻഡ്. അതിനകത്ത് നമ്മളാണ് വേണ്ടാത്ത ലേബിളുകൾ മനുഷ്യരുടെ പുറത്തിടുന്നത്. അവർ ഗോഡ് ഡസൻറ്റ് ലേബിൾ എനി വൺ വിത്ത് എനിത്തിങ്. ദൈവം ഒരിക്കലും ആരെയും ലേബിൾ ചെയ്യത്തില്ല. ഗുഡ് ഫോർ നത്തിങ്, ഹോപ്പ്ലെസ്, ഓർഫൻ, ഡെസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ നമ്മളിട്ട ലേബലുകളാണ്. ദൈവം ഒരിക്കലും ലേബൽ ചെയ്യത്തില്ല. ദൈവത്തെ സംബന്ധിച്ചോളം എല്ലാവരും തൻ്റെ സൃഷ്ടിയാണ്. ആൻഡ് ഹി ലവ്സ് ഹിസ് ക്രിയേഷൻ. അതുകൊണ്ട് എടുത്ത് പറയാണ്, ഫോർ ഹൂം ഹി ഫോർ ന്യൂ, മുന്നറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നറിഞ്ഞതൊന്നും അല്ലെന്ന്. നമ്മൾ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അറിഞ്ഞിരുന്നു. നമ്മളിവിടെ അബദ്ധത്തിലല്ല വന്നിരിക്കുന്നത്. ഭൂമിയിൽ നമ്മുടെ ജീവിതം അബദ്ധമല്ല. നമ്മളിവിടെ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടുമല്ല വന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് ചെയ്തുകൊണ്ടുമല്ല ഇവിടെ വന്നത്. ഇറ്റ് വാസ് എ പർപ്പസ്, എ പ്ലാൻ. മുന്നറിഞ്ഞത് എന്നെ, മുന്നറിഞ്ഞതാണ് ഈ പദ്ധതി. ഇന്ന് നിങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, ഇതെല്ലാം പ്ലാൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുക, പ്രീഡെസ്റ്റിൻഡ് ടു ബി കൺഫേംഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രനെ പോലെ ആക്കാൻ, ലൈക്ക് ഹിസ് സൺ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആക്കാൻ. ഓർത്തു നോക്ക്, സർവശക്തനായ ദൈവം സാധാരണക്കാരായ നമ്മളെ തന്നെപ്പോലെ ആക്കാനുള്ള ഒരു പദ്ധതി, തൻ്റെ പുത്രനെ പോലെ ആക്കാൻ. എന്തൊരു മഹത്വമേറിയ മാസ്റ്റർ പ്ലാനാണ്. എന്നിട്ട് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പെറുപെറുക്കുന്നത്, നിരാശപ്പെടുന്നത്. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ സ്നേഹമില്ല. അപ്പനും അമ്മയ്ക്കും സ്നേഹമില്ല, അയലോക്കംകാരൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞവനോടാ സ്നേഹം. ഇവിടെ ജനിപ്പിച്ച് ഇത്രയും വളർത്തിയ ആളിന് ഇല്ലാത്ത സ്നേഹമാണോ ഇന്നലെ കണ്ട ആളിന്?
ഇതൊക്കെ ദുഷ്ടനാ, പിശാചാ നമ്മളോട് നുണ പറയുന്നത്. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയാം, ഒരപ്പനും അമ്മയും തൻ്റെ മക്കൾ നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പനും അമ്മമാർ മാത്രമേ വഴക്ക് പറയത്തുള്ളൂ. അയലോക്കംകാരനോ ഇന്നലെ വഴിക്ക് കണ്ടുമുട്ടിയവൻ എന്നാ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ പുറകെ പോകരുത്. അപ്പനും അമ്മയും അത് പറയത്തില്ലായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രമാണ് നമുക്കുള്ളതിൻ്റെ വില മനസ്സിലാക്കാതെ മറ്റേത് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് രക്ഷകൾ. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും വില വേറെ ഒന്നുമില്ല. ഇത്രയും അത്യന്ത ധനം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. വി ആർ മോർ ദൻ. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഇതിനകത്ത് ആരും ദിവ്യന്മാരില്ല. തങ്കുബ്രദർ, ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ പോലും നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യന് അസാധാരണമായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നൊരൊറ്റ കാരണം. അത് തൻ്റെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, യേശുവിനെ നിങ്ങൾ വിളിച്ചെങ്കിൽ നിങ്ങളും ആ അസാധാരണ ദൈവം ഉള്ളിൽ വസിക്കുന്നവരായി തീരും. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത്ഭുതം നടക്കും. കാര്യം വചനത്തിൽ യേശു പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു നൽകാൻ സമ്പന്നൻ. സോ എൻ്റെ ജോലി നിങ്ങളെ ഇത് പറയുക, നിങ്ങൾ ശക്തന്മാരാന്ന് പറയുക. വചനം പറയാം, നോക്ക്, മുന്നറിഞ്ഞവരെ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ജനിപ്പിച്ചത് മുതൽ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനിൽ ജനിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. അത് മനസ്സിലാക്കിയാൽ യുവർ ലൈഫ് വിൽ ബി സോ ഫുൾഫില്ലിങ്. കർത്താവായ യേശു ക്രിസ്തുവിലെ ജീവിതം ഭയങ്കര ബോറിംഗ്, ക്രിസ്ത്യാനി ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയുന്നവരോട് ഞാൻ പറയാം, ഇതുപോലെ എക്സൈറ്റിംഗ്, ഇതുപോലെ അഡ്വെഞ്ചറസ്, ഇതുപോലെ ജോയ്ഫുൾ ലൈഫ് വേറെ എങ്ങുമില്ല. കാര്യം അന്ധത മാറി. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിന്നെ മാറ്റി. എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കാണാം, ഐ നോ വെയർ ഐ എം ഹെഡിങ് ടു, ഐ നോ മൈ ഫ്യൂച്ചർ, that it's going to be better and better and better, and every day I'm getting confirmed myself, transforming myself to be like him. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രനോട് സാദൃശ്യമാക്കാൻ അനേക സഹോദരന്മാർ. ഓർത്ത് നോക്കിക്കുക, ദൈവം, I just imagine the love of God. Just imagine the love of God. കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹം എന്ന് ഓർത്തേ. യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ വാക്ക്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. ഹോ, തന്നെ താഴ്ത്തി മനുഷ്യനെ പോലെയായി, എന്നെപ്പോലെ. ആ തീരുമാനം ഒരു ദിവസത്തേക്കല്ല, എന്നേക്കുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റുവാനായ യേശു ആത്മാവിലല്ല ഉയർത്തെഴുന്നേറ്റത്, ശരീരത്തിൽ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. ആ ഒരു തീരുമാനം മാത്രം ഓർത്തേ. ഗോഡ് ഹു വാസ് എ സ്പിരിറ്റ്, അൺലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സർവശക്തനായ ദൈവം, സർവവ്യാപി, ഒരു ശരീരത്തിൻ്റെ അകത്ത് ചുരുങ്ങാൻ തയ്യാറായെങ്കിൽ, എനിക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ എൻ്റെ ഭാഷയിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചുരുങ്ങാൻ തയ്യാറായെങ്കിൽ എന്നോടുള്ള സ്നേഹം എന്തായിരിക്കും? ആ തീരുമാനം 33 വർഷത്തേക്കല്ല, എന്നേക്കുമായിട്ട്. ഇന്ന് സ്വർഗത്തിൽ യേശു ഇരിക്കുന്നത് മഹത്വമേറിയ ശരീരത്തിലാണ്. അതുകൊണ്ട് ആ ദൂതന്മാർ ആരാധിക്കുമ്പോൾ അവർക്ക് ദൈവത്തെ കാണാൻ മേല, ആത്മാവാണ്. ദൂതന്മാർ ദൈവത്തെ നോക്കാൻ മേല, ആർക്കും അടുക്കാൻ കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്പിരിറ്റ് ഗോഡ്. തിമോത്തിക്ക് എഴുതിയ ലേഖനം അതാ പറയുന്നത്, ആൻഡ് ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇതൊരു വലിയൊരു മർമ്മമാണ്. എന്താ മർമ്മം? ദൈവം മനുഷ്യനാകുകയാണ്, പുട്ടിങ് ഓൺ ഫ്ലഷ്. ചിന്തിക്കാൻ പറ്റത്തില്ല, ഇത് ചെയ്തു അത് കർത്താവ്. സീൻ ബൈ ദ ഏഞ്ചൽസ്. ഓർത്ത് നോക്കിക്കേ, ദൂതന്മാർ ഒരിക്കലും ദൈവത്തെ, തൻ്റെ സൃഷ്ടിയാവിനെ കണ്ടിട്ടില്ല, തൻ്റെ യജമാനനെ ഇതുവരെ ദൂതന്മാർ കണ്ടിട്ടില്ല. പക്ഷേ യേശു ഭൂമിയിൽ നടന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ദൂതന്മാർ തൻ്റെ യജമാനൻ ഭൂമിയിൽ നടക്കുന്നത് കാണുക.
seen by the angels. അത്രയും വലിയ സ്നേഹം, അത്രയും വലിയ സ്നേഹം മനസ്സിലായാൽ എൻ്റെ ഉള്ളിൽ എല്ലാം ഭാരവും മാറിപ്പോകും, വിചാരങ്ങൾ മാറിപ്പോകും. മറ്റുള്ളവർ പറയുന്നതല്ലായിരിക്കും ഞാൻ കേൾക്കുന്നത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചത് അല്ല, എനിക്ക് വേണ്ടി ഒരു മനുഷ്യനായി തീർന്ന സർവശക്തനായ ദൈവം. വാട്ട് എ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്. ആ വചനം പറയുക, ആൻഡ് മോറോവർ whom he predestined he also called. Predestined. ഡെസ്റ്റിനിയിൽ ഇത് പ്ലാൻഡ് ആയിരുന്നു. നിങ്ങളും ഞാനും ഇതിനകത്ത് വരണം, എല്ലാവരും വരണമെന്ന് ആഗ്രഹം അവരവരുടെ സമയത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിത്യജീവനായി മുൻ നിർണയിക്കപ്പെട്ടവർ എൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു. ദൈവം ഹൃദയം തുറക്കുന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ വിശ്വാസത്തിൽ വാസ്തവത്തിൽ 92 സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം വന്ന് കണ്ണിലെ കാഴ്ചയെ നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ ചീഞ്ഞളിയുമ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു പ്രാർത്ഥനാലയത്തിലോട്ടാണ് പോയി. ഞാൻ മനസ്സിലോർത്തത്, ഇനിയും ദൈവമില്ലാതെ എനിക്കൊന്നുമില്ലെന്ന്. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ നിരീശ്വരാദിയായി തീർന്നത്. അതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. പല സ്ഥലങ്ങളിൽ പോയി, പല നിലയിലുള്ള ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നിടത്ത് പോയി ദൈവമുണ്ടോ എന്നായിരുന്നു അന്വേഷണം പിന്നീട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ആരെയാണ് പറയുന്നത്. എൻ്റെ ഒരു വാക്കുപോലും ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. എൻ്റെ ജീവിത അനുഭവവും എൻ്റെ ദൈവ അന്വേഷണത്തിൻ്റെ അവസാനമായിരുന്നു യേശു ക്രിസ്തു. എൻ്റെ രക്ഷകനാണ്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഒരു വ്യക്തിക്കും ധൈര്യം വന്നിട്ടില്ല അത് പറയുവാൻ. ഞാൻ തന്നെയാണ് ജീവനും പുനരുത്ഥാനവും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഒരു മനുഷ്യനും പറയാൻ ധൈര്യമില്ല. അത് ദൈവപുത്രന് മാത്രമേ പറ്റത്തുള്ളൂ. അത് യേശു ക്രിസ്തു മാത്രമാണ്. ഐ നോ ഹൂം ഐ എം പ്രീച്ചിങ്. എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ച്. എനിക്ക് വേണ്ടി ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തൊഴിലല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ മറുപടി. ഇറ്റ് ഈസ് മൈ പാഷൻ. whom he predestined he called. മുൻ നിർണയിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചു. എന്നിട്ട് പറയാണ്, ആൻഡ് whom he called he also justified. വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചു. കാരണം എന്താ? ജനിച്ചത് തന്നെ പാപത്തിലായിരുന്നു. പാപത്തിൽ ജനിച്ച് ലോകപ്രകാരമായി ജീവിച്ച അന്യനും പരദേശിയായി. എന്തിൽ നിന്നും അന്യനും പരദേശിയും? ദൈവിക കാര്യത്തിൽ നിന്നും. ദൈവഗ്രഹത്തിൽ വസിക്കാൻ അക്കസ്റ്റംഡ് അല്ല. ലോകത്തിലെ ചപ്പും ചവറിനുമാത്ത് ജീവിക്കാൻ ആയ എന്നെ വാസ്തവത്തിൽ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. നോ, ബട്ട് എ കോളിംഗ് വാസ് അപ്പോൺ മീ. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഉറപ്പായി പറയാം, ദർ ഈസ് എ കോളിംഗ് അപ്പോൺ യുവർ ലൈഫ്. യു ആർ പ്രീഡെസ്റ്റിൻഡ്. വിളി എന്ന് പറയുന്നത് മനുഷ്യനല്ല വിളിച്ചിരിക്കുന്നത്, സർവശക്തനായ ദൈവം. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാൻ നോക്കിക്കോ. യു ആർ പൊസിഷൻഡ് ഇൻ സം പ്ലേസസ് ഫോർ എ ഡെസ്റ്റിനി വിച്ച് ഇസ് ഗോഡ് ഓർഡെയിൻഡ്, പ്രീ ഓർഡെയിൻഡ്. അതാ പ്രീഡെസ്റ്റിൻഡ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റിഫൈഡ്, എന്നെ നീതീകരിച്ചു. എന്തിനാണ് നീതീകരിച്ചത്? ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള യോഗ്യത കിട്ടാൻ. സോ ദാറ്റ് ഐ ക്യാൻ നൗ ഹാവ് ഫെലോഷിപ്പ് ബോൾഡ്ലി. എൻ്റെ അകത്തെ കുറ്റബോധം, ഗിൽറ്റ് മാറി, ഭയം മാറി, സിൻ കോൺഷ്യസ്നെസ് പോയി, മനസ്സാക്ഷി തൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി. ജസ്റ്റിഫൈഡ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് പിതാവ് കേൾക്കുന്നുണ്ട്. എനിക്ക് കാണാൻ മേല, പക്ഷേ എനിക്ക് അറിയാം. അതാണ് 1 യോഹന്നാൻ 5 പറയുന്നത്, ദിസ് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ ഹാവ്, ദാറ്റ് വെൻ ഐ പ്രേ ഹി ഹിയേഴ്സ് മീ. എൻ്റെ കർത്താവിനോടുള്ള ധൈര്യം എന്താ? ഞാൻ പറയുമ്പോൾ അവൻ കേൾക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലും
അന്തരീക്ഷത്തിൽ വെറുതെ കിടക്കുവല്ല, എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിച്ചെങ്കിൽ അതിൻ്റെ മറുപടി ലഭിക്കുകയും ചെയ്യും. Predestined, justified, whom he justified, he also glorified. മഹത്വീകരിച്ചപ്പെട്ടു. മൈ ഗോഡ്, നീതീകരിച്ചെന്ന് മാത്രമല്ല, മഹത്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഗ്ലോറിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? യേശു ഇന്ന് ഹീസ് ഇൻ എ ഗ്ലോറിഫൈഡ് സ്റ്റേറ്റ്. ഇന്ന് സ്വർഗത്തിൽ യേശു ഇരിക്കുന്നത് മഹത്വത്തോടെയാണ്. അതേ മഹത്വം ഇന്ന് എൻ്റെ ഉള്ളിൽ അകത്തെ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:17 പറയുന്നത്, അവനായിരിക്കുന്നത് പോലെ നാം ഭൂമിയിലായിരിക്കുന്നു. ചെറിയ ആൾക്കാരാണോ? അതുകൊണ്ടാണ് ഈ അത്യന്ത ധനം ഈ മൺകൂടാരത്തിൽ നിക്ഷേപിച്ചിരിക്കുക. ഗ്ലോറിഫൈഡ്. എന്നിട്ടാണ് പറയുന്നത്, ആൻഡ് വാട്ട് ഷെൽ വി സേ ടു ദീസ് തിങ്സ്. ഈ മുൻപിൽ പറഞ്ഞു വന്ന ഇത്രയും പറഞ്ഞതിനകത്ത് ആ കർത്താവിൻ്റെ സ്നേഹം കണ്ടോ? ഒന്നുമില്ലാത്ത നിന്നെ ദൈവതുല്യനാക്കിയത് കണ്ടോ? ഇനി എന്താ പറയേണ്ടത്? ഇഫ് ഗോഡ് ബി ഫോർ അസ്, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്നോട് കൂടെ പറയാം, ദൈവം എനിക്ക് ക്രിസ്തുവിൽ അനുകൂലമായതുകൊണ്ട് എനിക്ക് പ്രതികൂലമായി ഒന്നും നിൽക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞ്, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പ്രതികൂലമായി ഒന്നിനും നിൽക്കാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളിലുള്ള ധൈര്യം കളയരുത്. യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹി ലവ്സ് യു സോ മച്ച് ആൻഡ് ഹി കെയർസ് ഫോർ യു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മാത്രമല്ല, നിത്യതയുടെ ഉറപ്പും. മരണഭയം മാറണം. കാരണം ഇതിനേക്കാളും നല്ലൊരു ദേശത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. മരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അന്ത്യമല്ല, ജീവിത ആരംഭമാണ്. ആ നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ. ഇറ്റ് വിൽ ബി സച്ച് എ ഗ്ലോറിയസ് ലൈഫ് വിത്ത് ക്രൈസ്റ്റ് ഫോർ എവർ ആൻഡ് എവർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയ കണ്ണൊന്ന് തുറക്കണം. ആ യേശുവിൻ്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ധൈര്യം കളയരുത്. കാര്യം അത് ഏറെ പ്രതിഫലം ഉള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കായി സ്തോത്രം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെ നിരാശകൾ മാറട്ടെ, അകാരണമായ ഭയം മാറട്ടെ. കർത്താവ് അങ്ങേ അത്രമാത്രം ഞങ്ങളെ കരുതുന്നുണ്ടല്ലോ. അങ്ങ് ഒരു മനുഷ്യനായി ചുരുങ്ങാനും മരിക്കാനും ഉയർത്തെഴുന്നേൽക്കാനും ഒക്കെ ഉള്ള കാരണം ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ. അത് മനസ്സിലാക്കുവാനുള്ള കരുണ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഹൃദയക്കണ്ണ് തുറക്കണം. അപ്പോൾ തന്നെ 2 പേർ ഐക്യമത്യയോടെ ഈ ഭൂമിയിൽ ഒരു കാര്യത്തിന്മേൽ സമ്മതിച്ചാൽ അത് നൽകാം എന്ന് പറഞ്ഞുവല്ലോ. അങ്ങയുടെ വാക്കാണല്ലോ, എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് എന്തും ഞാൻ നൽകും. പ്രിയമുള്ള പിതാവേ, പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയണം. ആകത്തെ ശൂന്യത മാറണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ, അത്ഭുതകരമായ സൗഖ്യങ്ങളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. അത്ഭുതകരമായി വിടുവിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.